നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പരീക്ഷയെ മറയാക്കി വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഓൺലൈൻ സോഷ്യൽ മീഡിയ ചാനലുകൾക്കെതിരെ പരാതി. പോലീസ് മേധാവിയെ സമീപിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. ചോദ്യങ്ങൾ തരാമെന്ന അവകാശവാദങ്ങൾ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഓണപരീക്ഷ തുടങ്ങാനിരിക്കെ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന ആവശ്യം. തിരുവനന്തപുരം പട്ടത്ത് വൻ തീപിടുത്തം. പ്ലാമൂട്ടിലെ ഫർണിച്ചർ കടയും ഗോഡൌണും കത്തിനശിച്ചു. രാവിലെ 11:30യോടെയാണ് സംഭവം. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. അടുത്തടുത്തായി നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള പ്രദേശം. തീ പടരാതിരിക്കാൻ അതീവ ജാഗ്രത തുടർന്ന് ഫയർഫോഴ്സ്. സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കാതെ സംസ്ഥാന സർക്കാർ നിയമലംഘനം നടത്തിയെന്ന് ബിജെപി. വന്ദേമാതരത്തെ സർക്കാർ അപമാനിച്ചു. പൂർണ്ണമായും ആലപിക്കാനായിരുന്നു നിർദ്ദേശം. വി.ഡി. സതീശൻ നിയമസംഹിതയെ വെല്ലുവിളിച്ചു. നിയമപരമായി നേരിടും. പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ. ദേശീയ ഗാനവും വന്ദേമാതരവും ഒരു മുസ്ലിമിനെയും ബാധിക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ. ജിന്നയുടെ രാഷ്ട്രീയം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. വിവാദത്തിന് ബിജെപിക്ക് താൽപര്യമില്ല. ജമാഅത്തെ ഇസ്ലാമിയും ലീഗും ശ്രമിച്ചാൽ ബിജെപി വഴങ്ങില്ല. കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്നത് കോമാളിത്തരമാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ. കോഴിക്കോട്ടെ ദേശീയ ഗാന വന്ദേമാതര വിവാദങ്ങളിൽ തുടർ നടപടികൾ. ദേശീയ ഗാനം ആലപിക്കാതെ വന്ദേമാതരം പാടിയ ബിജെപി കൌൺസിലർ നവ്യ ഹരിദാസിന്റെ മൊഴിയെടുത്ത് പോലീസ്. തനിക്കെതിരെ പരാതി നൽകിയത് സ്ഥലത്തില്ലാത്ത ലീഗ് കൌൺസിലർ എന്ന മൊഴി. മേയറും ഡെപ്യൂട്ടി മേയറും വന്ദേമാതരത്തെ അപമാനിച്ചെന്നും നവ്യ. വന്ദേമാതരം ആലപിച്ചപ്പോൾ ഇരുവരും പുറം തിരിഞ്ഞു നടന്നു. കോർപ്പറേഷൻ പരാതി നൽകാത്തത് നടപടി ഭയന്നെന്നും ആക്ഷേപം. മാർത്താണ്ഡത്ത് നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയ വിദ്യാർത്ഥിനി മരിച്ചു. സംഭവം കരുതൽ ബത്ലഹേം കോളേജിൽ. മരിച്ചത് 3ാം വർഷ വിദ്യാർത്ഥി നെയ്യാറ്റിൻകര കത്തിപ്പാറ സ്വദേശിനി അൻസിജി. അധ്യാപകരുടെ മാനസിക പീഡനം മൂലമെന്ന് ബന്ധുക്കൾ. പോലീസ് അന്വേഷണം തുടങ്ങി. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിൽ അരുണാചൽ പ്രദേശ് സ്വദേശിയായ വിദ്യാർത്ഥി ജീവനൊടുക്കി. മരിച്ചത് മിച്ചി മിർപു. 3ാം വർഷ ബിടെക് വിദ്യാർത്ഥി. ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞതിൽ മനം നൊന്തുള്ള ആത്മഹത്യയെന്ന് സംശയം. ഇയർ ഔട്ടാകുമെന്ന് ഭയന്നിരുന്നതായി സഹപാഠികൾ. കാസർഗോഡ് മീപ്പുഗിരി സ്വദേശികളായ അച്ഛനും മകനും തൂങ്ങി മരിച്ച നിലയിൽ. ഗണേശൻ, മകൾ വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. പരവനടുക്കം സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് വൈഷ്ണവി. മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇന്നലെ രാത്രി 11:10 കോളിയടുക്കം ശിവപുരം ക്ഷേത്രത്തിനടുത്തെ വാടക വീട്ടിൽ. കരുനാഗപ്പള്ളി വെൽഫെയർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി ബിലാലിനെ കാണാനില്ലെന്ന് പരാതി. കന്നേറ്റി സ്വദേശിയാണ്. കളിക്കാൻ പോയ കുട്ടി വീട്ടിലേക്ക് മടങ്ങി വന്നില്ല. കന്നേറ്റി കായലിന് സമീപം സൈക്കിളും ജേഴ്സിയും കണ്ടെത്തി. ഫയർഫോഴ്സും പോലീസും തെരച്ചിൽ തുടങ്ങി. പിതാവ് മൊബൈൽ ഫോൺ പിടിച്ചുവാങ്ങിയതിനെ തുടർന്ന് നാടുവിട്ട +2 വിദ്യാർത്ഥി ശിവസൂര്യയ്ക്കായി തെരച്ചിൽ തുടരുന്നു. അന്വേഷണം കണ്ണൂർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ. ശിവസൂര്യ വീട് വിട്ടത് കാശിക്ക് പോകുന്നു എന്ന് എഴുതി വെച്ചിട്ട്. ഫോൺ വാങ്ങിവെക്കാൻ കാരണം ഓൺലൈൻ ഗെയിമിനടിമയായി പണം കളഞ്ഞതോടെ. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ. ഓണത്തിരക്ക് പരിഗണിച്ച് ബംഗളൂരു തിരുവനന്തപുരം സ്പെഷ്യൽ ട്രെയിൻ 20 വൈകിട്ട് 5:10 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടും. പിറ്റേന്ന് രാവിലെ 10 തിരുവനന്തപുരം നോർത്തിലെത്തും. മടക്കയാത്ര 22 ഉച്ചയ്ക്ക് 12:40 തിരുവനന്തപുരം നോർത്തിൽ നിന്ന്. 23 രാവിലെ 6 ബംഗളൂരുവിലെത്തും. ഒരു AC ചെയർ കാർ, 3 3 ടയർ, 10 സ്ലീപ്പർ കോച്ചുകൾ, 4 ജനറൽ കോച്ചുകൾ എന്നിവ ട്രെയിനിലുണ്ടാകും. മുഖ്യമന്ത്രി വിജയിയെയും കുടുംബത്തെയും അപമാനിച്ചെന്ന് ബിജെപി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനെതിരെ പരാതി. നയനാർ നാഗേന്ദ്രന്റെ പ്രസംഗങ്ങളും ശബ്ദരേഖകളും പിടിച്ചെടുക്കണമെന്നും ആവശ്യം. പരാമർശം രാഷ്ട്രീയ മര്യാദകൾ ലംഘിച്ചുകൊണ്ടെന്നും പരാതി. അച്ഛനെ തിരഞ്ഞിട്ട് കാണാത്തവർ വീട്ടിലെ അമ്മയോട് ചോദിക്കണമെന്നായിരുന്നു പരാമർശം. കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ അസാധാരണ സ്ഥലമാറ്റത്തിൽ റിപ്പോർട്ട് തേടി DGP. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് നൽകണം. ASI P ബിജുവിനെ സ്ഥലം മാറ്റിയത് 3 തവണ.
ബംഗാൾ മുൻ മന്ത്രി ആശിഷ് ബാനർജിയെ തൃണമൂൽ കോൺഗ്രസ് ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം കണ്ടത് ബീർഭൂമിലെ വീടിനോട് ചേർന്നുള്ള പാർട്ടി ഓഫീസിൽ. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയോട് തോറ്റിരുന്നു. ഉത്തരാഖണ്ഡ് ചമോലിയിലെ മണ്ണിടിച്ചിലിൽ 8 മരണം. ദുരന്തം വിഷ്ണുവേഗ പിപൽകോടി ജലവൈദ്യുത പദ്ധതിക്കായി നിർമ്മിച്ചിരുന്ന തുരങ്കത്തിനുള്ളിൽ. അപകട സമയത്ത് തുരങ്കത്തിലുണ്ടായിരുന്നത് 22 പേർ. 12 പേരെ രക്ഷപ്പെടുത്തി. 2 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ഗോളിയോർ ആഗ്ര NHൽ പുലിത്തോലുമായി നായാട്ട് സംഘത്തെ പിടികൂടിയതിൽ വൻ വഴിത്തിരിവ്. അന്വേഷണം പ്രമുഖ വന്യജീവി സംരക്ഷണ സംഘടനയായ വൈൽഡ് ലൈഫ് SOSലേക്ക് സംഘം പിടിയിലായത് ജൂലൈ 23-ന്. NGOയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ മേധാവി തന്നെ ആസൂത്രണം ചെയ്ത നാടകമെന്ന് മധ്യപ്രദേശ് സ്റ്റേറ്റ് ടൈഗർ സ്ട്രൈക്ക് ഫോഴ്സിന്റെ കണ്ടെത്തൽ. ഇന്ത്യയുമായുള്ള അതിർത്തി ഉടമ്പടി കണ്ടെത്താനാകാതെ നേപ്പാൾ. രേഖകൾ സൂക്ഷിച്ചതിനെക്കുറിച്ച് വിവരമില്ലെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഉടമ്പടി ഒപ്പിട്ടത് 1816-ൽ യുദ്ധത്തിൽ നേപ്പാൾ തോറ്റപ്പോൾ. 1950-ൽ ഇന്ത്യ നേപ്പാൾ സമാധാന സൗഹൃദ ഉടമ്പടി ഒപ്പുവെച്ചു. യഥാർത്ഥ ഉടമ്പടി തേടി നേപ്പാൾ ഇറങ്ങിയത് അതിർത്തി തർക്കങ്ങൾ വർദ്ധിച്ചതോടെ. അമേരിക്കക്കാർ ഗ്യാസിന് ഇനിയും കൂടുതൽ വില നൽകണമെന്ന് പ്രസിഡന്റ് ട്രംപ്. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാൻ യുദ്ധം തുടരണം. ഇപ്പോൾ വില കുറയ്ക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയത് ന്യൂയോർക്ക് ഗാർഡൻ സിറ്റിയിലെ റാലിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗ്യാസോളിന് 29% അധിക വില വർധന. ഹോർമുസിലെ കപ്പൽ ഗതാഗത പാതയെക്കുറിച്ച് ഒമാനുമായി ധാരണയിലെത്തിയതായി ഇറാൻ വക്താവ്. റിപ്പോർട്ട് വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗേയെ ഉദ്ധരിച്ച്. അതേസമയം ഹോർമുസ് തുറക്കലിൽ തീരുമാനമില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ അധീന പ്രദേശമാകുമെന്നും പ്രസിഡന്റ്. സിംബാബ്വെ ബോട്ട് അപകടത്തിൽ മരണം 72. ദുരന്തം ബോട്ട് കാറ്റിലകപ്പെട്ട്. ബോട്ടിനുള്ളിൽ പരിധിയിലും അധികം യാത്രക്കാരുണ്ടായിരുന്നതായും റിപ്പോർട്ട്. സിംബാബ്വെയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജലദുരന്തം. ബോട്ടിലുണ്ടായിരുന്നത് സിംബാബ്വെ സാംബിയ അതിർത്തിയിലെ കരിബ തടാകത്തിന് ചുറ്റും താമസിച്ചിരുന്നവരും വ്യാപാരികളും. തകർപ്പൻ പ്രകടനത്തോടെ ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യ ടെസ്റ്റ് വിജയം കുറിച്ച് ബംഗ്ലാദേശ്. രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസ് ഉയർത്തിയ 57 റൺസ് വിജയലക്ഷ്യം 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ബംഗ്ലാദേശ് നേടി. ഇതോടെ 2 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ബംഗ്ലാദേശ് മുന്നിലെത്തി. ഇനി വാർത്തകൾ വിശദമായാണ്. ഓണപരീക്ഷയുടെ പേരിൽ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ചാനലുകൾക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് DGPക്ക് പരാതി നൽകി. ചോദ്യപേപ്പർ തരാം, ഞങ്ങൾ പറയുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കൂ, നാളെ വരുന്ന മോഡൽ ചോദ്യപേപ്പർ ഇതുതന്നെയായിരിക്കും, ഇത് മാത്രം പഠിച്ചാൽ മതി തുടങ്ങിയ അവകാശവാദങ്ങളാണ് ചില വീഡിയോകളിലൂടെയും പോസ്റ്റുകളിലൂടെയും പ്രചരിപ്പിക്കുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, കഴിഞ്ഞ പരീക്ഷാകാലത്തും ഇതുപോലെയുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ എങ്ങനെ നീങ്ങാനാണ് സർക്കാർ ആലോചിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഈ കോവിഡ് കാലത്തിന് ശേഷം ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനും ട്യൂഷൻ എടുക്കുന്നതിനും ക്ലാസ്സുകൾക്കും മറ്റുമായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം, പ്രത്യേകിച്ചും യൂട്യൂബ് ചാനലുകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ച ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ പല യൂട്യൂബ് ചാനലുകളും വിശ്വാസത്തോടുകൂടി തന്നെ അധ്യാപകരെയും ട്യൂട്ടർമാരെയൊക്കെ ഉപയോഗിച്ച് കൃത്യമായി തന്നെ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചാനലുകളുണ്ട് എന്ന് ഈ പരാതിയിൽ പ്രധാനമായി പറയുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് വഴിയുള്ള സോഷ്യൽ മീഡിയകൾ വഴി വിദ്യാർത്ഥികൾക്ക് മാതൃകാപരമായ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ വലിയൊരു വിഭാഗം ആളുകൾ ഇതിനെ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുന്നു എന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ പരാതി. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഞങ്ങൾ ചോദ്യപേപ്പർ തരാം, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, പരീക്ഷകളിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുള്ള പ്രചരണമാണ് ഈ ചാനലുകൾ നടത്തുന്നത് എന്നാണ് DGPക്ക് നൽകിയ പരാതിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത് പലപ്പോഴും വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാണ്. അതായത് പാഠഭാഗങ്ങൾ മുഴുവൻ അഭ്യസിക്കുന്നതിന് പകരം തങ്ങൾ തരുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ മാത്രം പരീക്ഷയ്ക്ക് തലേദിവസം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാവുന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടത്തുന്നു എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ കൂടി ശേഖരിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ലക്ഷ്യമാണ് എന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചോദ്യപേപ്പർ തരാം, ഞങ്ങൾ പറയുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കൂ, നാളെ വരുന്ന മോഡൽ ചോദ്യങ്ങൾ ഇതുതന്നെ ആയിരിക്കും എന്നും മറ്റുമാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കുന്നത്. AI സംവിധാനങ്ങൾ ഉപയോഗിച്ചും ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസ് പറയുന്നത്.
പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് വിദ്യാർത്ഥികൾ തെറ്റായ പ്രതീക്ഷയും പരീക്ഷയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയും സൃഷ്ടിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനായി അധ്യാപക സംഘടനകളുടെ ഭാഗത്തു നിന്നും ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലുകൾ വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും പ്രവർത്തനങ്ങൾക്കെതിരെ വ്യക്തമായ നടപടികൾ സ്വീകരിക്കാനായിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പ് ചില അന്വേഷണങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പോലീസുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയോട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരം അവകാശവാദങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് യാഥാർത്ഥ്യമല്ല എന്ന് കണ്ടാൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അതുമാത്രമല്ല, അധ്യാപകർ നടത്തുന്ന സാധാരണ ക്ലാസ്സുകൾക്ക് പഠന ക്ലാസ്സുകൾക്ക് തടസ്സമുണ്ടാകാത്ത വിധം ഈ പറയുന്ന ചോദ്യങ്ങളിൽ നിന്ന് മാത്രം കാര്യങ്ങൾ വരും എന്നുള്ള രീതിയിലുള്ള പ്രചരണത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെടുന്നു. ഒപ്പം വിദ്യാർത്ഥികളുടെ പഠനത്തെയും പരീക്ഷയുടെ വിശ്വാസ്യതയും നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ അടിയന്തര ഇടപെടൽ വേണം എന്ന ആവശ്യമാണ് എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, നേരത്തെ രേണുക പറഞ്ഞ പോലെ സമാനമായ പരാതികൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ സൈബർ പോലീസ് അടക്കം ഈ വിഷയത്തിൽ ഇടപെടണമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും കുറ്റക്കാരായവരെ കണ്ടെത്തണമെന്നുമുള്ള ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇല്ലാത്ത ഒരു അവകാശവാദം ഉന്നയിക്കുന്നു എന്ന നിലയിൽ മാത്രം കണ്ടാൽ മതിയോ? അതിനുമപ്പുറം പരീക്ഷ, ചോദ്യപേപ്പർ ചോർച്ച എന്ന വളരെ ഗൗരവമായ വിഷയങ്ങളൊക്കെ നമുക്ക് മുന്നിലുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ വിശദമായ പരിശോധന ഇതിൽ ആവശ്യമായി വരുന്ന ഒരു സാഹചര്യമുണ്ടോ? മറ്റൊന്ന്, വളരെ ഉപകാരപ്രദമായി ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ വലിയ പൈസ ഒക്കെ കൊടുത്ത് ട്യൂഷന് പോകാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഓൺലൈനിൽ ഇത് വളരെ സഹായകമായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളുമുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ വേർതിരിച്ച് ഇടപെടൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രേണുക. നേരത്തെ പറഞ്ഞതുപോലെ നിരവധി ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകൾ, പ്രത്യേകിച്ചും എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളൊക്കെ അടക്കം ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നേരത്തെ ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്ത് പോകാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ ഉപകാരപ്രദമാണ്, പ്രയോജനപ്രദമാണ്. അത് മാത്രമല്ല, കാര്യക്ഷമമായി അത്തരം പഠനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്ന് തങ്ങളുടെ പാഠഭാഗങ്ങൾ ഹൃദിസ്ഥമാക്കാം എന്നുള്ളത് തന്നെയാണ് ഈ പഠന സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇവിടെയാണ് ഇത് വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇതിൻ്റെ വിശ്വാസ്യതയെ മറയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നിർണായകമായ ഒരു കണ്ടെത്തൽ കൂടിയാണ്, സംശയമില്ല. നമുക്കറിയാം, നേരത്തെ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായൊക്കെ ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉടലെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇവിടെ പരീക്ഷാ ഭവനിലെ ജീവനക്കാരടക്കമുള്ള ആളുകളുണ്ട്. അവരുമായി ചേർന്ന് ചില സ്ഥാപനങ്ങൾ, ട്യൂട്ടോറിയൽ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന പോലെ എൻട്രൻസ് ഓറിയന്റഡ് സ്ഥാപനങ്ങളൊക്കെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരമൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് അതൊന്നും പോയിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് കൂടി പോലീസ് അന്വേഷണത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. സ്വാഭാവികമായും ആ തലത്തിലുള്ള പരിശോധനയും ഉണ്ടാകും, സംശയമില്ല. അത്തരത്തിലുള്ള ആളുകൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെയും നടപടി സ്വീകരിക്കണം എന്ന ആവശ്യവും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും എല്ലാ തലങ്ങളിലുമുള്ള പരിശോധന തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഏതൊക്കെ തരത്തിലാണ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. രേണുക. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ദേശീയ ഗീതവും ദേശീയ ഗാനവും ഒരു മുസ്ലിമിനെയും ബാധിക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയം കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. വിവാദമുണ്ടാക്കാൻ BJPക്ക് താൽപ്പര്യമില്ല. ജമാഅത്തെ ഇസ്ലാമിയും ലീഗും അതിന് ശ്രമിച്ചാൽ അതിന് BJP വഴങ്ങില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. AICC ആസ്ഥാനത്ത് നടന്നത് കോമാളിത്തരമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. മുസ്ലിംസിന് ഇതൊരു ഇഷ്യൂ അല്ല, ക്രിസ്ത്യാനികൾക്കൊരു ഇഷ്യൂ അല്ല, ഹിന്ദുക്കൾക്കൊരു ഇഷ്യൂ അല്ല. ദേശീയ ഗീതം, ദേശീയ ഗാനം അവരാരെയും ബാധിക്കുന്നില്ല. ഇവിടെ വിഭജിക്കാനും ആ രാഷ്ട്രീയം, മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഞാൻ ഇപ്പോ ഏറെ റെസ്പോൺസിബിലിറ്റി പറയണം. തകരാറുണ്ടാവും, അപകടം ഉണ്ടാവും.
ദേശീയ ഗീതം പൂർണ്ണമായും ആലപിക്കണമെന്നായിരുന്നു കേന്ദ്ര നിർദ്ദേശമെന്നും എന്നാൽ നിയമസംഹിതയെ വെല്ലുവിളിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ ചെയ്തതെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. വന്ദേമാതരം ഒഴിവാക്കിയതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നും നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ മാത്രം ഈ ദേശീയ ഗീതം പാടാൻ ഇവിടെ സംസ്ഥാന സർക്കാർ അനുവദിച്ചില്ല. ഈ സർക്കാർ വി.ഡി. സതീശൻ നയിക്കുന്ന ഈ സർക്കാർ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ല. നിയമങ്ങൾ പാലിക്കണം. നിയമങ്ങൾ ലംഘിച്ചാൽ അതിന്റെ കോൺസിക്വൻസസ് ഉണ്ടാവും എന്ന് ഇന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. എന്തായിരിക്കും കോൺസിക്വൻസസ്? അത് ലീഗലായിരിക്കോ, പൊളിറ്റിക്കലായിരിക്കോ, ലീഗലും പൊളിറ്റിക്കലായിരിക്കോ? ഇതെല്ലാം വരാൻ പോകുന്ന ദിവസങ്ങൾ ഞങ്ങൾ അതെല്ലാം ജനങ്ങൾ മുമ്പിൽ ഞങ്ങൾ മുമ്പോട്ട് അവതരിപ്പിക്കും. തിരുവനന്തപുരം പട്ടത്ത് ഫർണിച്ചർ ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം. രാവിലെ 10:30 ഉണ്ടായ തീപിടുത്തത്തിൽ ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സിന്റെ 5 യൂണിറ്റുകൾ എത്തിയാണ് ഏറെ നേരം നീണ്ട ശ്രമത്തിനൊടുവിൽ തീയണച്ചത്. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ പരിശോധന നടത്തും. തിരുവനന്തപുരം പട്ടം ജംഗ്ഷനിലെ ജോയി ഫർണിച്ചർ എന്ന സ്ഥാപനത്തിൽ രാവിലെ 10:30 വൻ തീപിടുത്തമുണ്ടായത്. പുക പുറത്തേക്ക് ഉയരുന്നത് കണ്ട് പരിസരത്തുണ്ടായിരുന്ന ആളുകളാണ് ആദ്യം തീയണയ്ക്കാൻ ശ്രമിച്ചത്. പക്ഷേ അപ്പോഴേക്കും തീ ആളിപ്പടർന്നിരുന്നു. പിന്നീട് അഗ്നിശമന സേന യൂണിറ്റുകൾ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ആദ്യം 2 യൂണിറ്റുകൾ എത്തി തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും തീ പൂർണ്ണമായി ഒരു പ്രദേശത്തേക്ക് വ്യാപിച്ചിരുന്നു. ഈ ഫർണിച്ചർ സ്ഥാപനത്തിന്റെ 2 തട്ടുകളിലെ ആദ്യത്തെ അടിയിലെ തട്ടാണ് ആദ്യം പൂർണ്ണമായി കത്തി നശിച്ചത്. ആ അടിയിലെ തട്ടിലെ റബ്ബർ മാട്രസുകളും അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ചൂരൽ കസേരകൾ നിർമ്മിക്കുന്നതിനുള്ള വസ്തുക്കളുമാണ് ആദ്യമായി കത്തിയത്. ആ തീയും ചൂടും മുകളിലേക്ക് ഉയരുന്നതിനിടെ രണ്ടാമത്തെ നിലയിൽ സൂക്ഷിച്ചിരുന്ന ഉപയോഗശൂന്യമായ ഫർണിച്ചറുകളും പൂർണ്ണമായി തന്നെ കത്തി നശിക്കുകയായിരുന്നു. സമീപത്തുള്ള സ്ഥലങ്ങളിലെ ജനലുകൾ അതോടൊപ്പം തന്നെ കതകുകൾ ഉൾപ്പെടെ തടിയും മറ്റ് വെന്റിലേഷനുകളും അടക്കം പൂർണ്ണമായി ഉരുകി ദ്രവിച്ച നിലയിലാണ്. 5 യൂണിറ്റ് അഗ്നിശമന സേന യൂണിറ്റുകൾ ഒരുമിച്ച് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം പ്രയത്നിച്ച ശേഷമാണ് തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞത്. ഈ തീപിടുത്തത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നറിയാനുള്ള പരിശോധന പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഈ സ്ഥാപനത്തിൽ തന്നെ നേരത്തെയും 2 തവണ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ ഒരു ദുരൂഹതകളുണ്ടോ സംഭവത്തിൽ എന്ന് അന്വേഷിക്കാനുള്ള പരിശോധനകളും പോലീസും അഗ്നിശമന സേന യൂണിറ്റും ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് സൗത്ത് ബീച്ചിലെ പെട്രോൾ പമ്പിന് സമീപം വൻ തീപിടുത്തം. ഇന്നലെ രാത്രിയോടെ പമ്പിനോട് ചേർന്നുള്ള ആക്രിക്കടയുടെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരുന്ന ഭാഗത്താണ് തീ പടർന്നു പിടിച്ചത്. അഗ്നിരക്ഷാസേനയുടെ സമയോചിതമായ ഇടപെടൽ മൂലം തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് തീ പടരാതെ വൻ ദുരന്തം ഒഴിവായി. തീപിടുത്തത്തിന്റെ വിവരമറിഞ്ഞ് മീഞ്ചന്ത അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും ഉടൻ തന്നെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘമെത്തി രക്ഷാപ്രവർത്തനം നടത്തി തീ പൂർണ്ണമായും അണച്ചു. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളാണ് ദുരന്ത വ്യാപ്തി കുറച്ചത്. എന്താണ് തീ പടരാൻ കാരണമെന്ന് വ്യക്തമായിട്ടില്ല. ബിജെപിയിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് നടന്നുവെന്ന് പ്രസംഗിച്ച് ബിജെപി നേതൃത്വത്തെ വെട്ടിലാക്കി PC ജോർജ്. പൂഞ്ഞാറിൽ 4.5 കോടി രൂപ ബിജെപി നേതൃത്വം നൽകിയിരുന്നുവെന്നും ബിജെപി നേതൃത്വം അനുവദിച്ച പണം നേതാക്കൾ തട്ടിയെടുത്തുവെന്നുമാണ് കഴിഞ്ഞ മാസം എരുമേലിയിൽ നടന്ന പ്രസംഗത്തിൽ PC ജോർജ് പരാമർശിച്ചത്. ബിജെപി പണം ഉപയോഗിച്ച് എല്ലാവരും കാർ പുതിയത് വാങ്ങിക്കുകയാണ്. ബിജെപിയുടെ പണം ഉപയോഗിച്ച് കാർ മേടിച്ചാൽ കാർ ഇടിച്ചു പോകുമെന്നായിരുന്നു PC ജോർജിന്റെ പ്രസംഗം. 4.5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ. അറിയാമോ എത്ര പേർക്കറിയാം? നിങ്ങൾ ആരൊക്കെ ഏതും പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചു കൊടുക്കും. ഞാനങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ആ രൂപയിൽ തൊട്ടില്ലെന്ന് മാത്രമല്ല അത് മുഴുവൻ നമ്മുടെ സജി കുരിക്കാടിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റില്ല. സാമ്പത്തിക കാര്യത്തിന് ഇടപാടില്ലാതെ അവിടെ കൊണ്ടുപോകാം. സാമ്പത്തിക കാര്യം അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സജി ആ കണക്ക് തരാമെന്ന്. ഒരു കണക്ക് തരാമെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കണക്ക് കൊണ്ടുവന്നു. 4 കോടി 45 ലക്ഷം രൂപ ചെലവായതായിട്ട് കണക്കുകൊണ്ടു. ഞാൻ ആരെയും കാണിക്കാൻ പോയില്ല. കാരണം അത് കാണിച്ചാൽ നമ്മുടെ പാർട്ടി പ്രവർത്തനം കൂടെ നടക്കണം. അത് പലരും ഞാൻ വിളിച്ചു ചോദിച്ചാൽ അവരറിഞ്ഞില്ല. പക്ഷെ ഞാൻ വിട്ടാതിരിക്കാന്നുള്ളതാണ് മാത്രം. ഞാൻ വിടുന്നില്ല, ഇപ്പോഴും വിട്ടാൻ തരാറില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നാം നിങ്ങൾ ആരെങ്കിലും എടുത്തോ അതിനകത്ത് പാർട്ടിക്ക് വേണ്ടി വല്ലതും ചെയ്തോ.
വിജയനഗര കിടപ്പുണ്ട്. ഞാൻ ഓർമ്മില്ല, ഒന്ന് ആലോചിച്ചു. ഒരു ബൂത്തിൽ 31,000 രൂപ വെച്ച് കൊടുക്കാൻ ശക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക. എത്ര ബൂത്തിൽ കൊടുക്കും? നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയും. ഇങ്ങനെയുള്ള പാർട്ടി പ്രവർത്തനം എല്ലാ ബൂത്തിലും 31,000 രൂപ വെച്ച് കൊടുക്കണമെന്നുള്ള സ്റ്റിക്കായ തീരുമാനമെടുത്ത് പണം കൊടുക്കുക. ആ പണം അവിടെ പോയി. ഞാൻ ചെറുനാട് പഞ്ചായത്തിൽ ഒരു ബൂത്ത് പ്രസിഡന്റ്, അതായത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ 3000 കൂടുതൽ ലീഡ് ചെയ്യുന്ന പഞ്ചായത്ത് ചെറുനാട്. ആ പഞ്ചായത്ത് ഞാൻ 2ാം സ്ഥാനത്ത് ഞാൻ അവതരിച്ചു. വോട്ടിംഗ് ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ കാലഘട്ടി 50 സ്ഥാനം പോകാം. അവിടെ മുഴുവൻ നമുക്ക് കിട്ടുന്നതാണ്. എന്ത് സംഭവിച്ചു? അവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് എത്തിയാൽ ഇതിനെ തന്നെ ആ 30 നീ എന്ത് ചെയ്തെന്ന് ചോദിച്ചു. ലഭ്യ തന്നിട്ടില്ല ബൂത്ത് പ്രസിഡന്റ്. അത് കൊടുക്കാൻ എപ്പിച്ചവരെ വിളിച്ച് അവരെ വിളിച്ചു വരുത്തി കൊടുക്കാൻ മറന്നുപോയി. പിന്നെ വായി വന്ന് ചീത്തയിൽ അവർ കാശ് കൊണ്ടുപോകാൻ പണം വെച്ചാൽ കാശ് മേടിച്ചാൽ കിട്ടും. അപ്പോൾ അവരോട് മാത്രം കാശ് കൊടുക്കും, ആരും കാശ് മേടിച്ചു. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ബൈബിളുണ്ട്, ബൈബിളിനെ അല്ലെങ്കിൽ മറക്കരുത്. അത്ര വൃത്തിയുള്ളവന്മാരാണ് നമ്മുടെ പാർട്ടി. ഇങ്ങനെയാണോ പാർട്ടി? നിങ്ങൾ ആലോചിച്ചു ഇങ്ങനെ പാടിക്കൊണ്ട് പോകാൻ കഴിയുന്നു? ഞാൻ നിങ്ങൾ വന്ന് കുറ്റപ്പെടുത്തി മാത്രമാണ്, ഒരിക്കലും കുറ്റം പറയണമെന്നല്ലേ. പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് ഇതൊക്കെ ശരിയാണ്. എല്ലാവരും കാറ് മുതൽ മേടിക്കും. എന്റെ ഇടപാടില്ല. BJPയുടെ കാശ് കൊണ്ട് കാറ് മേടിച്ചാൽ കാർ ഇടിച്ചു പോകും. ഞാൻ പറഞ്ഞേക്കാം. മോട്ടിച്ചൊക്കെ തക്കും. ദൈവം തന്നെ വിളിച്ചല്ല. ഞാനാ വ്യാപനം. ഞാൻ ആരുടെ 5 പൈസ 33 MLA ആയിട്ട് 100 രൂപയ്ക്ക് ഞാൻ വിഷമിക്കുന്ന സമയമാണ്. കാരണം ഞാൻ ആരോട് 5 പൈസ വാങ്ങിച്ചില്ല. പറയട്ടെ, കുഴപ്പമില്ല. ആരോടും പൈസ മേടിച്ചില്ല. മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും ഉദ്ദേശിക്കുന്നില്ല. ഉള്ളതുകൊണ്ട് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം പ്രസംഗം വിവാദമായതോടെ മലക്കം മറിഞ്ഞ് PC ജോർജ്. പൂഞ്ഞാറിൽ ഇലക്ഷൻ ഫണ്ട് എന്താണെന്ന് പോലും തനിക്ക് അറിയില്ല എന്നും BJPയുടെ 2 പ്രാദേശിക നേതാക്കൾ 4.5 കോടി രൂപ വന്നെന്ന് തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നുമാണ് PC ജോർജ് ഇപ്പോൾ പറയുന്നത്. പ്രസംഗത്തിന് ശേഷം പാർട്ടി നേതൃത്വം തന്നെ കണക്ക് കാണിച്ചു. 100 രൂപ ചെലവാക്കിയത് പോലും എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾക്കെങ്കിലും താൻ പൈസ കൊടുത്തെന്ന് തെളിയിച്ചാൽ ആത്മഹത്യ ചെയ്യാമെന്നും PC ജോർജ് പറഞ്ഞു. പക്ഷേ രസം എന്താണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ് പാർട്ടി നേതൃത്വം എന്നെ ബന്ധപ്പെട്ടു. ഔദ്യോഗിക കണക്കുകൾ പൂർണ്ണമായിട്ട് എന്നെ കാണിച്ചു. മാത്രം 100 രൂപ കൊടുത്തു പോലും കണക്ക് എഴുതി എന്നെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പൈസ പോലും ആരും മോട്ടിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഒരു അസംബ്ലി സീറ്റിൽ സ്ഥാനാർത്ഥി ചെലവഴിക്കാവുന്ന പണം 40 ലക്ഷം രൂപയാണ്. പക്ഷേ അവർ എന്നോട് ചോദിച്ചു വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു. ഞാൻ എരുമയിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞത് സത്യമാണ്, പക്ഷേ അത്രയും പണം കിട്ടിയിട്ടില്ല. 100 രൂപ പോലും ചെലവഴിച്ചെന്നെ കണക്കെന്നെ കൊണ്ട് കാണിച്ചു. ഒരു പൈസ പോലും ആരും നഷ്ടപ്പെട്ടിട്ടില്ല, കട്ടിട്ടില്ല. 5 പൈസ പോലും കക്കുവ മൂട്ടുക ചെയ്യുന്ന ആളല്ല. വളരെ മാന്യനാണ്. ഒരു തെറ്റും പറയാനില്ല. ഇതാണ് സത്യം. ഞാൻ എരുമയിൽ പറഞ്ഞത് ശരിയല്ല. ഞാനത് ക്ഷമ ചോദിക്കുന്നു. BJPയിൽ ഫണ്ട് വിവാദം വലിയ നിലയിൽ കത്തി നിൽക്കുന്ന സമയത്താണ് ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയായ PC ജോർജിന്റെ ഒരു പ്രസംഗം വിവാദമാകുന്നത്. എരുമേലിയിൽ നടന്ന പാർട്ടി യോഗത്തിൽ ഉള്ള പ്രസംഗമാണ് ഇപ്പോൾ പുറത്ത് പ്രചരിച്ചിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഏതാണ്ട് 4.5 കോടിയോളം രൂപ വന്നു. അത് ചിലർ മധ്യമേഖലാ ജനറൽ സെക്രട്ടറി മുക്കി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് PC ജോർജ് ഈ പ്രസംഗം നടത്തുന്നത്. അതായത് ഈ മണ്ഡലത്തിൽ ചെലവഴിക്കാവുന്ന പണം പോലും അത് ചെലവഴിക്കാൻ കിട്ടിയില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ PC ജോർജ് ഉന്നയിക്കുന്നുണ്ട്. അതിഗുരുതരമായ ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഇത് നേരത്തെ തന്നെ പാർട്ടിയുടെ ശ്രദ്ധയിൽ വരികയും പാർട്ടിയിൽ പരാതി പോവുകയും ചെയ്തൊരു വിഷയമാണ്. പക്ഷേ ഈ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കാൻ എന്ന വണ്ണം തന്നെയാണ് PC ജോർജിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. തന്നെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഈ എരുമേലിയിൽ ഉണ്ടായിരുന്ന ചിലർ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ആരാണ് ആ തെറ്റിദ്ധരിപ്പിച്ചത് എന്ന് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫലത്തിൽ തൻ്റെ തെറ്റിദ്ധാരണ മൂലം തൻ്റെ ഈ പ്രസംഗം തനിക്ക് പറ്റിയൊരു പിഴവാണ്, താൻ BJPയുടെ അത്രയും കോർ നേതാവാണ്, ശക്തമായി നിൽക്കുന്നു, പ്രധാനമന്ത്രിയാണ് തനിക്കെല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് PC ജോർജ് തൻ്റെ പ്രസ്താവന തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും
ആദ്യഘട്ടത്തിൽ ജോർജിന്റെ പ്രതികരണം വളരെ ഗുരുതരമായിരുന്നു. പ്രത്യേകിച്ച് 40 ലക്ഷത്തിനപ്പുറത്തേക്ക് ഫണ്ട് വന്നോ എന്നതടക്കമുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഇത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഇടപെടേണ്ട വിഷയമായിരുന്നു. എന്തായാലും അതാണ് PC ജോർജ് ഒടുവിൽ തനിക്ക് പറ്റിയ പിഴവാണ്, തന്നെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുന്നത്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. സിനിമാ നിർമ്മാതാവ് ബാദുഷ തന്റെ കയ്യിൽ നിന്ന് 1 കോടി രൂപ പറ്റിച്ചെന്ന ഗുരുതര ആരോപണവുമായി സഹനിർമ്മാതാവ് റോഷിത് ലാൽ. വോയിസ് ഓഫ് സത്യനാഥൻ സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിലാണ് ആരോപണം. സിനിമ റിലീസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ തുക തിരികെ നൽകാമെന്നായിരുന്നു ധാരണയെന്നും 50 ലക്ഷത്തിന്റെ ചെക്ക് പലതവണ ചോദിച്ചതിന് ശേഷമാണ് നൽകിയതെന്നും എന്നാൽ ലഭിച്ച ചെക്ക് വണ്ടി ചെക്കായിരുന്നുവെന്നും റോഹിത് ലാൽ ആരോപിക്കുന്നു. കഴിഞ്ഞ 4 വർഷമായി അതിന്റെ പിറകെ താൻ നടന്നെന്നും ഇനി ആരെയും ബാദുഷ ചതിക്കരുത് എന്നാണ് തന്റെ ആഗ്രഹമെന്നും റോഷിത് News 18നോട് തുറന്നു പറഞ്ഞു. News 18 എക്സ്ക്ലൂസീവ്. താൻ ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലോട് വന്നത്, അല്ലെങ്കിൽ താൻ വരൂല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് കൊണ്ടുവന്ന കാശ് തരേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ തന്നെ കാശ് തിരിച്ചുതരാം, അതിന് സമയം വേണം, അതിന് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. റോഷ അങ്ങനെ ബുദ്ധിമുട്ടി ചെയ്യണ്ട, നമുക്ക് ആയിട്ടില്ലെങ്കിൽ ആയില്ല എന്നൊന്ന് തുറന്നു പറഞ്ഞാൽ മതി, നമ്മൾ വേറെ എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് നടത്തും. ഇത് റോഷ് ഇങ്ങനെ ഓക്കെ എന്നും പറഞ്ഞ് ഷിനോയി പോയത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ വേറെ അറേഞ്ച്മെന്റ് നടത്തി ഇതെല്ലാം ചെയ്തേനെ. കാര്യം ഇന്നലെ മുതൽ ആ ദിലീപേട്ടനെ ഞാൻ പോസ്റ്റും കൊടുത്ത് നിർത്തി വെക്കുവാണ്. അതുപോലെ 1-2 കേസുകൾ അത് ഷിനോയി ഏറ്റത് കൊണ്ട് ഞാൻ അങ്ങനെ ഏറ്റുപോയതാണ്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഇന്നലെ എന്നോട് അറിയിച്ചാൽ ഞാൻ വേറെ അറേഞ്ച്മെന്റ് നടത്തി അതെല്ലാം ക്ലിയർ ആയേനെ. ഇത് വാക്ക് പറഞ്ഞിട്ട് പാലിക്കാതെ വരുമ്പോൾ അത് ഭയങ്കര മോശമായി പോകും അവരുടെയൊക്കെ അടുത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, തന്നെ കാശ് കിട്ടും, താൻ നിയമപരമായിട്ട് എന്ത് വേണേലും മുമ്പോട്ട് കൊണ്ടുപോക്കോ, കിട്ടുമല്ലോ, എപ്പോഴാണെങ്കിലും കിട്ടുമല്ലോ, എനിക്ക് സാവകാശം കിട്ടും, അപ്പൊ ഞാൻ തരാം. കോതമംഗലത്ത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞതിനെ തുടർന്ന് ഇയർ ഔട്ടാകുന്നതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നതാണ് പ്രാഥമിക നിഗമനം. MA എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ BTech വിദ്യാർത്ഥി അരുണാചൽ സ്വദേശി മിച്ചി മിർപ്പുവാണ് മരിച്ചത്. മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ 18 ആണെന്നും ഈ കോളേജിൽ മാത്രം സ്കോർ 22 ആണെന്നും ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തി. ഇന്ന് അത്തം 10-ന് പൊന്നോണം. കള്ളക്കർക്കിടകം താണ്ടി സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാളെ സമൃദ്ധിയുടെ പൂവിതലുമായി ഇന്ന് അത്തമെത്തി. ഓണക്കാലത്തിന്റെ വിളംബരം അറിയിച്ച തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര വർണ്ണാഭമായി നടന്നു. അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ചലച്ചിത്ര താരം ജഗദീഷ് അടക്കം പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാവരും കൂടി ചേർന്ന് മന്ത്രിയുണ്ട്, ഒരു നല്ല പ്രപ്പോസൽ തയ്യാറാക്കിയാൽ തൃപ്പൂണിത്തുറയെ പൈതൃക നഗരമാക്കി ഇതിന്റെ മുഴുവൻ പാരമ്പര്യത്തെയും കാത്തുസൂക്ഷിക്കാൻ സർക്കാർ തയ്യാറാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ തുടങ്ങട്ടെ. ഈ അത്തച്ചമയ ആഘോഷങ്ങൾ നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായി നമ്മൾ ഹൃദയത്തിലേക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അത്തച്ചമയ ഘോഷയാത്ര അത് നമ്മളോട് അനുബന്ധിച്ചുള്ള ഈ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനത്തിനായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഇവിടെ സാംസ്കാരിക ഉത്സവമാണ്. സ്നേഹത്തിലൂന്നി, സാഹോദര്യത്തിലൂന്നി, മതനിരപേക്ഷതയിൽ, മതസൗഹാർദ്ദത്തിലൂന്നി ഉണ്ടാകുന്ന ഈ ആഘോഷം എന്ന് പറയുന്നത് നാടിന് തന്നെ മാതൃകയാണ്. ഇവിടെ ഹിന്ദു, മുസൽമാനും ക്രൈസ്തവനും ഒക്കെ തോളോട് തോൾ ചേർന്ന് ഇനി ഒരു ആഘോഷത്തിന്റെ ഭാഗമാകുമ്പോൾ അത് നാടിന്റെ മഹത്വമാണ് ഉയർത്തി കാട്ടുന്നത്. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഈശ്വര നിശ്ചയമാണ്. ഇത് ഐശ്വര്യത്തോടെ തന്നെ ഇത് എല്ലാ രീതിയിലും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. സ്വപ്നത്തെ ഉത്സവമാക്കിയ ഭാവനയാണ് ഓണം. എല്ലാവരും വിശക്കാതെ ഉറങ്ങുന്ന സമത്വസുന്ദര ലോകമെന്ന ചിരകാല സ്വപ്നം സാർത്ഥകമാക്കാൻ മലയാളിയുടെ സർഗാത്മകത അതിനെ ഓണമായി ആഘോഷിച്ചു. ആ ഓണാഘോഷത്തിൻ്റെ തുടക്കമാണിത്. തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയം. തൃപ്പൂണിത്തുറയിലെ നഗരവീഥികളിലൂടെ ഇങ്ങനെ
ഓരോ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന തരത്തിലുള്ള പ്ലോട്ടുകളുമായിട്ട് സാംസ്കാരിക തനിമയുള്ള ഓരോരോ കലാരൂപങ്ങളുമായിട്ട് ഇങ്ങനെ ഈ തൃപ്പൂണിത്തുറയിലെ നഗരവീഥികൾ ചുറ്റി വരികയാണ്. മലയാളി ഇന്ന് അത്തം മുതൽ 10ാം ദിവസം ഓണം ആഘോഷിക്കുകയാണ്. ഇത്തവണ 2 ദിവസമുണ്ട്. ഒരു നക്ഷത്രം എന്നതുകൊണ്ട് തന്നെ 11ാം ദിവസമാണ് ഓണം. അതായത് ഇന്നു മുതൽ 11ാമത്തെ ദിവസം തിരുവോണമാണ്. ലോകമെമ്പാടുമുള്ള മലയാളി തൻ്റെ വീട്ടിലേക്ക് വരാൻ, തൻ്റെ കുടുംബത്തേക്ക് വരാൻ, തൻ്റെ സൗഹൃദ വലയങ്ങളിലേക്ക് വരാൻ കാത്തിരിക്കുന്ന ദിവസം കൂടിയാണ് ഓണം. എവിടെയായാലും ഓണാഘോഷത്തിന് നാട്ടിലെത്തുക, അതിലെ ഗൃഹാതുരത മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക, ഇതാണ് മലയാളിയുടെ ഏറ്റവും മികച്ച സ്വപ്നവും അതുതന്നെയാണ്. മലയാളിയെ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സ്വപ്നങ്ങളിൽ കൂടി ഒന്നുകൂടിയാണ് ഓണക്കാലം. ചവിട്ടിയവനോ ചവിട്ടേറ്റവനോ ഇല്ലാതാകുന്ന കാലം. ചവിട്ടിയവൻ ദൈവമായിട്ടുകൂടി ആത്യന്തിക മാനുഷിക നന്മകൾ തിരിച്ചു വരുമെന്ന് ദൈവത്തോട് മലയാളി കട്ടായം പറഞ്ഞു. അങ്ങനെ മലയാളിയുടെ സർഗാത്മകതയിൽ ഓണം ആഘോഷിക്കുകയാണ് കേരളമാകെ. കേരളം ഓണക്കാലത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ നഗരവീഥികളിൽ വർണ്ണപ്പകിട്ടാർന്ന, നിറപ്പകിട്ടാർന്ന ഘോഷയാത്രയോടൊപ്പം കേരളത്തിൻ്റെ വിവിധ കലാരൂപങ്ങൾ, തെയ്യം, പടയണി തുടങ്ങിയ വിവിധ കലാരൂപങ്ങളൊക്കെയാണ് നിരത്തിക്കൊണ്ട് വിവിധ പ്ലോട്ടുകൾ, ലഹരി മുക്തിക്കെതിരെയുള്ള ലഹരി വിമുക്തി പ്രധാന ആശയമാക്കിക്കൊണ്ട് തന്നെയുള്ള പ്ലോട്ടുകൾ, അത്തരത്തിൽ സാമൂഹ്യ വിപത്തുകളെ ചൂണ്ടിക്കാട്ടിയുള്ള പ്ലോട്ടുകൾ, ഇത്തരത്തിൽ മലയാളിയുടെ സാംസ്കാരിക തനിമ വിളിച്ചോതിക്കൊണ്ടാണ് അത്തച്ചമയ ഘോഷയാത്ര അവസാനിക്കുന്നത്. ഇന്നു മുതൽ തൃപ്പൂണിത്തുറയിൽ നിന്നും ആരംഭിക്കുകയാണ് മലയാളിയുടെ ഔദ്യോഗിക ഓണാഘോഷം. രാവിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതോടുകൂടി മലയാളി ഇനി ഓണത്തിമിർപ്പിലേക്ക് കടക്കുകയാണ്. വരുന്ന ദിവസങ്ങൾ ഓണാഘോഷത്തിൻ്റെതാണ്. ഓണത്തിന് വേണ്ടിയുള്ള കരുതി വെക്കലാണ്, ഓണത്തിന് വേണ്ടിയുള്ള ഷോപ്പിങ്ങുകളാണ്, ഓണത്തിന് വേണ്ടിയുള്ള തിരക്കുകളാണ്. അങ്ങനെ ഓണപ്പാച്ചിലേക്ക് ഇന്നു മുതൽ മലയാളി കടക്കുകയാണ്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതോടുകൂടി ഈ വർഷത്തെ ഗംഭീരമായ അത്തച്ചമയ ആഘോഷങ്ങൾക്കും ഓണത്തിനും തുടക്കമായി. അങ്ങനെ നമ്മൾ മലയാളികൾ ഔദ്യോഗികമായി ഓണം ആഘോഷിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി 10 ദിവസം, 11 ദിവസം, അത്തം 10-നാണ് പൊന്നോണം. പക്ഷേ ഇത്തവണ 11 ദിവസമാണ് ഓണം നമ്മൾ ആഘോഷിക്കുന്നത്. ഒരു ദിവസം കൂടി നമുക്ക് അധികമായി കിട്ടുകയാണ് നമ്മൾ മലയാളികൾക്ക് സന്തോഷിക്കുവാനായി. ഇത് ഈ നിരവധി കലാരൂപങ്ങൾ, ഏകദേശം 101 കലാരൂപങ്ങളും 1000-ലധികം കലാകാരന്മാരുമാണ് ഇത്തവണത്തെ അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുത്തത്. നടൻ ജഗദീഷാണ് ഇത് ഫ്ളാഗ് ഓഫ് ചെയ്തത്. മന്ത്രി അനൂപ് ജേക്കബ് അത്തം പതാക ഉയർത്തി. ചടങ്ങിൽ എംപിമാരായ ഹൈബി ഈഡൻ, ഫ്രാൻസിസ് ജോർജ്, ജില്ലാ കളക്ടർ ജി പ്രിയങ്ക എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാരാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. എന്തായാലും നഗരവീഥികളെ ഓണം വിളിച്ചോതിക്കൊണ്ട്, അല്ലെങ്കിൽ നഗരവീഥികളിലൂടെ പ്രൗഢഗംഭീരമായ അത്ത ഘോഷയാത്രയാണ് കടന്നുപോയത്. പോലീസിന്റെ വലിയൊരു സുരക്ഷയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇരു ബാരിക്കേഡുകൾക്കും ഉള്ളിലായാണ് കാണികൾ ഇത് വീക്ഷിച്ചിരുന്നത്. എന്നാലും വലിയ ആഘോഷം തന്നെയാണ് ഇത്തവണയും അത്തച്ചമയത്തിൽ ഒരുക്കിയിരുന്നത്. സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കി ഗുണ്ടൽപേട്ടിൽ പൂക്കാലമെത്തി. സൂര്യകാന്തിയുടെയും ചെണ്ടുമല്ലിയുടെയും കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന പൂപ്പാടങ്ങൾ കാണാൻ സഞ്ചാരികളുടെ പ്രവാഹമാണ്. പൂവിപണി സജീവമാക്കാൻ ഗുണ്ടൽപേട്ടുകാരും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഗുണ്ടൽപേട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഗുണ്ടൽപേട്ടിന്റെ ഒരു പ്രത്യേകത, ഈ ഓണക്കാലത്ത് കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക്, ഒരുപക്ഷെ കേരളത്തിലെ മൊത്തമുള്ള ജില്ലകളിലേക്ക് പൂക്കൾ കയറ്റി പോകുന്നത് ഈ ഒരു ഗുണ്ടൽപേട്ടയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. കാരണം മറ്റ് തമിഴ്നാട്ടിലൊക്കെ പൂക്കൾ ഉണ്ടെങ്കിലും ഗുണ്ടൽപേട്ടയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ പോകുന്നത്. അതിലൊരു പ്രത്യേകത,
ഇവിടെ എല്ലാ തരത്തിലുള്ള പൂക്കളും ഇവിടെ അല്ലെങ്കിൽ ഒരു പൂക്കൃഷി ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം ഈ പരന്ന് കിടക്കുന്ന ഈ പൂപ്പാടത്തിൽ നമുക്ക് കാണാം, ഇപ്പം നമ്മൾ കാണുന്നത് ചെണ്ടുമല്ലി പൂക്കളാണ്. ഇതുപോലെ തന്നെ അപ്പുറത്തേക്ക് പോയാൽ വിവിധ കളറിലുള്ള പലതരത്തിലുള്ള പൂക്കളും ഇവിടെയുണ്ട്. ഈ ഒരു ഓണക്കാലമാകുമ്പോൾ ഇവിടെ നിന്നും ടൺ കണക്കിന് പൂക്കളാണ് പല സ്ഥലങ്ങളിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നത്. അതുമല്ല ഇവിടെയുള്ള ആളുകളും അതുപോലെ തന്നെ മലയാളികളും ഒക്കെ ഈ ഒരു സമയത്ത് ഈ പൂക്കൃഷി ഇവിടെ പാട്ടത്തിനെടുത്ത് നടത്തുന്ന ഒരു വസ്തുതയുമുണ്ട്. എന്തായാലും വളരെ മനോഹരമായ ഈ പൂപ്പാടം കാണുന്നതിന് തന്നെ നിരവധി ആളുകളാണ് കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഒക്കെ ഇവിടെ എത്തുന്നത്. നമുക്ക് തന്നെ അറിയാം, ഇപ്പം തന്നെ നിരവധി സഞ്ചാരികൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൃഷി അല്ലെങ്കിൽ ഇവിടെയുള്ള കർണാടകക്കാരും അതുപോലെ തന്നെ മലയാളികളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പം നമ്മോടൊപ്പം ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ ഈ ഒരു പൂപ്പാടത്തിൻ്റെ ഒരു ഓണറുണ്ട്, നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ ഈ ഒരു പൂപ്പാടം എങ്ങനെയാണ്, ഇപ്പൊ ഇത് എത്ര വർഷമായി നിങ്ങൾ ഇത് കൃഷി ചെയ്യുന്നത്? ഇത് നമ്മളൊരു 30 കൊല്ലം ഇത് തുടങ്ങിയിട്ട്. 30 ഇത് എവിടേക്കൊക്കെയാണ് ഇത് കയറ്റി പോകുന്നത്? ഇത് പെയിന്റ് കമ്പനി കയറ്റി പോകും. പിന്നെ ഓണംക്ക് അയച്ചു കൊടുക്കും. ഓണംക്ക് 10 ദിവസം അയച്ചു കൊടുക്കും. പിന്നെ പെയിന്റ് കമ്പനി പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ഇത് പൂ വാങ്ങാൻ വരുന്നുണ്ട്. ഓണം ആ കാലം മാത്രം 10 ദിവസം ആണ് ആൾക്കാരൊക്കെ വന്നിട്ട് വാങ്ങി പോകുന്നത്. ഈ കൃഷി സീസണിലാണോ അതോ തുടർന്ന് പോകുന്നുണ്ടോ? ഇത് ഈ സീസണിൽ മാത്രം ഈ പലർക്കും അറിയാത്തതായിരിക്കും ഇപ്പൊ ഇത്തരത്തിലുള്ള ചെണ്ടുമല്ലി പൂക്കളൊക്കെ എന്ന് പറയുന്നത് പെയിന്റിനാണ് കൂടുതൽ. 90% പെയിന്റ്. അപ്പൊ ഈ പെയിന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഇത് അല്ലാത്ത സമയങ്ങളിൽ, സീസൺ അല്ലാത്ത സമയങ്ങളിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഈ സമയത്താണ് പെയിന്റിനുള്ളത് മാത്രമേ. അത് ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള പൂവിന്റെയാണ് കൃഷി? ഇത് മാത്രമേ പെയിന്റ് കമ്പനിക്ക് പോകും. അല്ല, നിങ്ങൾ കൃഷി ചെയ്യുന്ന പൂവ് ഏതൊക്കെയാണ്? ഇത് മാത്രം വാടാമല്ലി. പിന്നെ ഇതിൽ തന്നെ മഞ്ഞ കളറുണ്ട്. അത് 3 കളർ മാത്രമേ ഇവിടെ ഐറ്റംസ് ചെയ്യുന്നത്. പിന്നെ നമ്മള് മറ്റു പൂക്കളൊക്കെ ഈ ഓണക്കാലത്ത് ചെയ്യുന്നതാണ്. റെഡ് കളറിലൊക്കെ കാണുന്ന പൂക്കളൊക്കെ. പിന്നെ സൺഫ്ലവർ, അത് പിന്നെ എണ്ണക്കായിട്ട്. ഇപ്പൊ നമ്മൾ ഓണക്കാലം ആകുമ്പോ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇവിടുന്ന് പോകും. എല്ലാ ജില്ലക്കും പോകും. ടൺ കണക്കത്തിലൊക്കെ പോകുന്നുണ്ട്. ഗുണ്ടൽപേട്ടിൽ പൂത്തു നിൽക്കുന്ന ഈ പൂക്കൾ കാണാൻ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുമൊക്കെ നിരവധി ആളുകൾ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി ആളുകൾ എത്തുന്നു. എന്തായാലും കുറച്ച് സഞ്ചാരികളുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. എല്ലാവരും പൂക്കൾ കാണാൻ എത്തിയതാണ് അല്ലേ? ചേട്ടാ എവിടുന്നാ വരുന്നത്? ഞങ്ങള് കേരളം, കണ്ണൂർ ജില്ലയിലെ അതെ. ഓക്കെ, എല്ലാ വർഷവും വരാറുണ്ടോ അതോ? ഇപ്പൊ അങ്ങോട്ട് 2 വർഷമായിട്ട്. എന്താണ് ഇങ്ങനെ ഇത്ര ദൂരത്തു നിന്നൊക്കെ വരാൻ? ഇതിനെപ്പറ്റി എല്ലാം വളരെ സന്തോഷമാണ്. ഇവിടെ വന്ന് ഇത് കാണുമ്പോൾ വളരെ മനസ്സിന് നല്ല സുഖമാണ്. എന്ത് പറയാ താത്ത, എങ്ങനെയാണ് ഈ ഒരു പൂക്കളെ കാണുമ്പോ സന്തോഷം മാത്രം? മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. അപ്പം എല്ലാരും ഫാമിലി അടക്കം ഇത് കാണാനായിട്ട് വന്നതാണ്. കേരളം എന്ന് പറയുമ്പോ കുറച്ച് ദൂരമാണല്ലോ. ചേച്ചി എവിടുന്നാ വരുന്നേ? കണ്ണൂര്. കണ്ണൂരിന്റെ കാര്യമാണല്ലോ കൂടുതൽ വരുന്നത്. നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടോ? എന്താ ചെയ്യുന്ന ചേച്ചി? കേരള ദിനേശ് ബീഡി തൊഴിലാളികളാണ് അല്ലെ എല്ലാവരും? അത് ശരി, ഇതൊക്കെ സ്റ്റാഫുകളാണ്. അപ്പോ നിങ്ങൾ ഈ ഒരു പൂ കാണാനായിട്ട് വന്നതാണോ? കണ്ണൂരിന്ന്. എന്താണ്, എല്ലാ വർഷവും വരാറുണ്ടോ? അതൊന്ന് ഒഴിവ് ദിവസം നോക്കി ആദ്യമായിട്ട് വരാണ്. എങ്ങനെയുണ്ട് മൊത്തത്തില്? അടിപൊളിയാണ് അല്ലെ? സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കി ഗുണ്ടിൽപേട്ടിൽ വീണ്ടും പൂക്കാലം. ഓണവിപണി സജീവമാക്കാൻ ഗുണ്ടിൽപേട്ടക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു. ഗുണ്ടിൽപേട്ടയിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കടുത്ത ആഭ്യന്തര യുദ്ധസമാന സാഹചര്യങ്ങളിലായിരുന്നു പാകിസ്ഥാന്റെ ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷം. സ്വാതന്ത്ര്യദിനത്തെ കറുത്ത ദിനമായി പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാനിലുടനീളം വൻ പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. ജനങ്ങൾ തെരുവിലിറങ്ങി പാകിസ്ഥാൻ പതാകകൾ കത്തിക്കുകയും ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ പതാകകൾ ഉയർത്തുകയും ചെയ്തു. പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോഴും രാജ്യം കടുത്ത ആഭ്യന്തര പ്രക്ഷോഭങ്ങളിലും ആഭ്യന്തര യുദ്ധസമാനമായ സാഹചര്യങ്ങളിലുമാണ് നീങ്ങുന്നത്. ഇതിലേറ്റവും നിർണായകമായത് ബലൂചിസ്ഥാനിൽ നിന്നുള്ള വാർത്തകളാണ്. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനത്തെ കറുത്ത ദിനമായി പ്രഖ്യാപിച്ചാണ് ബലൂച്ച് ജനതയും വിയോജിപ്പുള്ള സംഘടനകളും പ്രതിഷേധിക്കുന്നത്. ഓഗസ്റ്റ് 14-ന് ബലൂചിസ്ഥാനിലുടനീളം വൻ പ്രതിഷേധ പ്രകടനങ്ങളാണ് അരങ്ങേറിയത്. ജനങ്ങൾ തെരുവിലിറങ്ങി പാകിസ്ഥാൻ പതാകകൾ കത്തിക്കുകയും പകരം ബലൂചിസ്ഥാന്റെ സ്വതന്ത്ര പതാകകൾ ഉയർത്തുകയും ചെയ്തു. പ്രവിശ്യയിലെ പല ജില്ലകളിലും മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ്. പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ സേന തങ്ങളുടെ സ്വന്തം അതിർത്തിക്കുള്ളിൽ ആക്രമണങ്ങൾ നടത്തുന്നു. സുറാബ്, ഗുസ്ദാർ തുടങ്ങിയ ജനവാസ മേഖലകളിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം സാധാരണക്കാർ കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ. ബലൂചിസ്ഥാന്റെ 45% ഭൂപ്രദേശങ്ങളും ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാരിന്റെയോ സൈന്യത്തിന്റെയോ നിയന്ത്രണത്തിലല്ല. ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർക്ക് പോലും ക്വറ്റയിലെ കണ്ടോൺമെന്റ് മേഖല വിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. മുൻപ് ഒറ്റപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചിരുന്ന BLA,
PLF തുടങ്ങിയ സംഘടനകൾ ഇപ്പോൾ ഒരുമിച്ച് കൂടുതൽ ആസൂത്രിതമായി നീങ്ങുന്നതും പാക് സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ 44% വരുന്ന വലിയ പ്രവിശ്യയാണെങ്കിലും ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ മറ്റ് പ്രവിശ്യകൾക്കായി മാത്രമാണ് ഉപയോഗിക്കുന്നത്. പ്രദേശവാസികൾ ഇപ്പോഴും കടുത്ത ദാരിദ്ര്യത്തിലാണ്. ഒപ്പം സിപെക് പദ്ധതിയുടെ ഭാഗമായി ഗ്വാദർ തുറമുഖം ചൈനയ്ക്ക് നൽകിയതിലൂടെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാന് പുറമെ ഖൈബറിലും POKയിലും സമാനമായ പ്രക്ഷോഭങ്ങൾ ശക്തമാണ്. ചുരുക്കത്തിൽ കൃത്യമായ രാഷ്ട്രീയ സാമ്പത്തിക പരിഹാരങ്ങൾ കണ്ടെത്തിയില്ല എങ്കിൽ പാകിസ്ഥാൻ കൂടുതൽ ഗുരുതരമായ ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് പോകാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ആലപ്പുഴ ചേർത്തല തെക്ക് പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി അടയ്ക്ക വാങ്ങിയതിൽ അഴിമതിയെന്ന ആരോപണം. 5 രൂപ നിരക്കിൽ ലഭിക്കുന്നത് അടയ്ക്ക വാർഡ് മെമ്പർ ഇടനിലക്കാരനായി നിന്ന് തൊഴിലാളികൾക്ക് നൽകിയത് 9 രൂപയ്ക്ക്. 3.5 ലക്ഷം അടയ്ക്കയാണ് ഇങ്ങനെ വാങ്ങി തൊഴിലാളികൾക്ക് വൻ നഷ്ടത്തിൽ വിറ്റത്. പലിശയെടുത്തും സ്വർണം പണയം വെച്ചും കൂലിത്തൊഴിലാളികൾ 15 ലക്ഷത്തോളം രൂപയാണ് പാവപ്പെട്ട തൊഴിലാളികൾക്ക് നഷ്ടമായത്. പണി കിട്ടുമല്ലോ എന്ന് ഓർത്ത് നോക്കി പൈസ തിരിച്ചു കിട്ടിയാലെന്ന് പറഞ്ഞ് പൈസ തിരിച്ചു കിട്ടിയാലും നിങ്ങൾ വേല എടുത്ത് മേടിച്ചോളണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അത് പണി കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ പൈസ ഉണ്ടാക്കി വായ്പ വഴിയൊക്കെ ആയിട്ട് മേടിച്ച് ഓരോരുത്തരോട് മേടിച്ചൊക്കെ കൊടുത്താണ്. വീട്ടിലെ അവസ്ഥ എന്താ? വീട്ടിൽ ഞങ്ങൾ അമ്മയും മകനും 2 പേരേ ഉള്ളു. കൂലിപ്പണിയാണ്. ഞാൻ പണിക്കൊന്നും പോലെ, ഞാൻ തൊഴിലുറപ്പിന് മാത്രമാണ് പോണം. മകൻ എന്തായാലും കൂലിപ്പണിക്ക് പോവും. അങ്ങനെയാണ് കഴിയണം. അർത്തുങ്കൽ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയിലെ പാവപ്പെട്ട സ്ത്രീകളാണ് കബളിപ്പിക്കപ്പെട്ടുവെന്ന് പരാതി ഉന്നയിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഒരു നഴ്സറിയിൽ 6400 തൈകൾ വീതമാണ് വെച്ച് പിടിപ്പിക്കുന്നത്. ഇത്തരത്തിൽ 3 മുതൽ 5 വരെ നഴ്സറികൾ 24 പഞ്ചായത്തുള്ള ഒരു വാർഡിൽ തന്നെയുണ്ട്. അടയ്ക്ക കൂട്ടത്തോടെ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് തൊഴിലാളികളെയും മേട്രനെയും സമീപിച്ചത് തൊട്ടടുത്ത വാർഡ് മെമ്പർ തന്നെയാണെന്ന് അവർ പറയുന്നു. ഇവരാണ് തങ്ങളെ വഞ്ചിച്ചതെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു. ഞങ്ങൾക്ക് പുറത്തൊരു സ്ഥലത്ത് നിന്ന് 4 രൂപയ്ക്കും 2 രൂപയ്ക്കും പാക്ക് കിട്ടിയായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് പാക്ക് അവിടെ നിന്ന് എടുത്തു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പാക്ക് നമ്മൾ 9 രൂപ വെച്ച് 4500 പാക്ക് പഞ്ചായത്തിൽ നിന്ന് എടുത്തത്. പക്ഷെ ഇത്രയും വില പാക്കിന് വരുമല്ലോ. പഞ്ചായത്ത് എന്ന് പറയുമ്പോഴത്തേനും പഞ്ചായത്ത് ഇടപെട്ടിട്ടല്ല, മെമ്പർ 24ാം വാർഡ് മെമ്പർ ബെൻസി പുള്ളിയുടെ കയ്യിലാണ് നമ്മൾ പൈസ കൊടുത്തത്. ഈ വാർഡില് അല്ല, നമ്മുടെ പഞ്ചായത്തിൽ എല്ലായിടത്തും പാക്ക് കൃഷി തന്നെയായിരുന്നു. എല്ലാവരും തന്നെ പഞ്ചായത്തിന്റെ ഇതിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. 31.50 ലക്ഷം രൂപയുടെ അടക്കയാണ് ഇവർ വാങ്ങി നൽകിയിട്ടുള്ളത്. സമീപ പഞ്ചായത്തുകൾ 6 രൂപയ്ക്കും തെക്ക് പഞ്ചായത്തിലെ തന്നെ ഒരു വാർഡിൽ തൊഴിലാളികൾ നേരിട്ടും അടക്ക വാങ്ങിയിട്ടുണ്ട്. ഇതോടെയാണ് അഴിമതി ആരോപണം ഉയർന്നത്. തൊഴിലാളികൾ അടക്ക വാങ്ങിയതിന്റെ ബിൽ ചോദിച്ചെങ്കിലും ആരോപണ വിധേയർ കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം നാടൻ അടയ്ക്കാണ് 6 രൂപയെന്നും തങ്ങൾ വാങ്ങിയത് മംഗള ഇനത്തിൽപ്പെട്ട അടക്കയാണെന്നുമാണ് ആരോപണ വിധേയരുടെ വാദം. ആദ്യമായിട്ടാണ് തൊഴിലാളികൾ അവരുടെ പണം ഈ തൊഴിൽ മുടക്കി അവരുടെ കൃഷി ഇറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നിത്യേന ഈ കിട്ടുന്ന വരുമാനങ്ങളൊക്കെ തന്നെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 50 ദിവസം മാത്രമേ ഈ 100 തൊഴിൽ ദിനങ്ങൾ എന്ന് പറയുമ്പോൾ 50 വരെ ഒക്കെ കിട്ടുക തന്നെ ഭാഗ്യമെന്നുള്ളതാണ് ഈ സ്ത്രീകൾ വ്യക്തമാക്കുന്നത്. അതിനും അപ്പുറം ഏറ്റവും സങ്കടകരം, ഇവർ ഈ പണം കണ്ടെത്തിയത് സ്വർണം പണയം വെച്ചും വായ്പ എടുത്തും ഒക്കെയാണ് ഈ പണം നൽകിയെന്നുള്ളതാണ്. അവിടെ അവരെ മുന്നിൽ നിന്ന് നയിക്കേണ്ട, അവർക്ക് ഏറ്റവും ലാഭകരമായ രീതിയിൽ ഈ ഒരു കാര്യം ചെയ്യാനായി സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്നാണ് ഇത്രയധികം തുകയുടെ വ്യത്യാസത്തിൽ വലിയ നഷ്ടം ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് വരുത്തിക്കൊണ്ട് അത് ആ കച്ചവടത്തിലേക്ക് പോയത് എന്ന് അറിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗുരുതരമായ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സഹായിക്കേണ്ടവർ തന്നെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന രീതിയിലുള്ള ഒരു നടപടിയായി പോയി ചേർത്തല തെക്ക് പഞ്ചായത്തിൽ ഉണ്ടായതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇന്ത്യയിലെ പ്രമുഖ ഫാഷൻ റീറ്റെയിൽ ബ്രാൻഡുകളിലൊന്നായ ട്രെൻഡ്സ് പ്രശസ്ത ഡിസൈനർ ബ്രാൻഡായ RK by ഋതുകുമാറുമായി സഹകരിച്ച് പ്രത്യേക ഫെസ്റ്റീവ് കളക്ഷൻ അവതരിപ്പിച്ചു. ഓണം ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കേരളത്തിന്റെ പാരമ്പര്യ സൗന്ദര്യവും സമകാലിക ഫാഷൻ ട്രെൻഡുകളും ഒരുമിക്കുന്നതാണ് ഈ പ്രത്യേക കളക്ഷൻ. കൊച്ചിയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുന്നിലായിരുന്നു ഫെസ്റ്റീവ് കളക്ഷന്റെ അവതരണം നടന്നത്. ഡിസൈനർ ഫാഷന്റെ പ്രത്യേക അനുഭവം കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിസൈനർ ബ്രാൻഡായ RK by ഋതുകുമാറുമായുള്ള ട്രെൻഡ്സിന്റെ സഹകരണം. കേരളത്തിന്റെ തനതായ ആഘോഷ പാരമ്പര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഐവറി, ഓഫ് വൈറ്റ്, ഗോൾഡ് എന്നീ ഓണത്തിന്റെ പരമ്പരാഗത നിറങ്ങളെ സമകാലിക ഫാഷൻ കാഴ്ചപ്പാടിലൂടെ
പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് പുതിയ കളക്ഷൻ. സമ്പന്നമായ ഫാബ്രിക്കുകൾ, മനോഹരമായ ഗോൾഡ് എംബ്രോയിഡറി, സൂക്ഷ്മമായ അലങ്കാര പണികൾ, ആധുനിക സിലുവേറ്റുകൾ എന്നിവയാണ് കളക്ഷന്റെ പ്രധാന സവിശേഷതകൾ. പാരമ്പര്യത്തിന്റെ ഭംഗി നിലനിർത്തിക്കൊണ്ട് ഇന്നത്തെ ഫാഷൻ ബോധമുള്ള സ്ത്രീയുടെ വ്യക്തിത്വത്തിനും ശൈലിക്കും അനുയോജ്യമായ രീതിയിലാണ് കളക്ഷൻ ഒരുക്കിയിരിക്കുന്നത്. ഓണം പാരമ്പര്യത്തിൽ ആഴമായി വേരൂന്നിയ ആഘോഷമാണെങ്കിലും അതിനെ ആഘോഷിക്കുന്ന രീതികളും ഫാഷൻ കാഴ്ചപ്പാടുകളും കാലത്തിനനുസരിച്ച് മാറുകയാണെന്നും കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഡിസൈനർ ലെഡ് ഫെസ്റ്റീവ് ഫാഷന്റെ അനുഭവം ലഭ്യമാക്കുക എന്നതാണ് ഈ സഹകരണത്തിന്റെ ലക്ഷ്യമെന്നും ട്രെൻഡ്സ് വക്താക്കൾ അറിയിച്ചു. Caught my attention, and I thought that was very different, very distinctive from the other shops, the other brands that I've seen, right? And the fun part about Trends is that you can walk into the store and you know that it's going to fit in your budget, and I love that feeling. ട്രെൻഡ്സ് ഇന്ത്യയിലെ പ്രമുഖ ഫാഷൻ റീറ്റെയിൽ ബ്രാൻഡുകളിലൊന്നും റിലയൻസ് റീറ്റെയിലിന്റെ ഭാഗവുമാണ്. രാജ്യത്തുടനീളം ശക്തമായ സാന്നിധ്യമുള്ള ട്രെൻഡ്സ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള വസ്ത്രങ്ങൾ, ആക്സസറികൾ എന്നിവ ഉൾപ്പെടുന്ന വിപുലമായ ഫാഷൻ ശ്രേണിയാണ് അവതരിപ്പിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ബംഗാൾ മുൻ മന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കറും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ ആശിഷ് ബാനർജിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ബിർഭൂം ജില്ലയിലെ റാബുർഹട്ട് നഗരത്തിലുള്ള അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. രാംപൂർഹട്ട് മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 5 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിലൊരാളായിരുന്നു. ഈ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ധ്രുവ സാഹിയോട് പരാജയപ്പെട്ടിരുന്നു. രാംപൂർഘട്ടിലെ ഹട്ടാലപ്പാറ മേഖലയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. വിദ്യാഭ്യാസ കാർഷിക വകുപ്പുകളിലാണ് മന്ത്രിയായിരുന്ന കാലയളവിൽ കൈകാര്യം ചെയ്തിരുന്നത്. കാവേരി നദീജല തർക്കത്തിൽ തമിഴ്നാടിന്റെ ശക്തമായ എതിർപ്പ് നിലനിൽക്കെ മേക്കേദാട്ടു അണക്കെട്ട് പദ്ധതിയുമായി വേഗത്തിൽ മുന്നോട്ടു പോകാൻ ഒരുങ്ങി കർണാടക സർക്കാർ. വരുന്ന ഓഗസ്റ്റോടെ പദ്ധതിയുടെ തറക്കല്ലിടൽ കർമ്മം നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് ജലസേചന മന്ത്രി ചെലുവരായ സ്വാമി അറിയിച്ചു. പദ്ധതിയുടെ കേന്ദ്ര അനുമതികൾ വേഗത്തിലാക്കി അടുത്ത ഓഗസ്റ്റോടെ തറക്കല്ലിടാനാണ് കർണാടക സർക്കാരിന്റെ നീക്കം. പദ്ധതിക്കായി പരിസ്ഥിതി വനാനുമതികൾ നേടുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയതായി ജലസേചന മന്ത്രി എൻ ചെലുവരായ സ്വാമി അറിയിച്ചു. പദ്ധതിക്കായി 12,500 ഏക്കർ ഭൂമിയാണ് ആവശ്യമുള്ളത്. ഇതിൽ വനഭൂമി ഉൾപ്പെടുന്നതിനാൽ പകരം നൽകാനായി 20,000 ഏക്കർ ഭൂമി ഇതിനകം കണ്ടുവച്ചിട്ടുണ്ട്. കേന്ദ്ര ജല കമ്മീഷന്റെയും കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും അനുമതിക്കായി പുതുക്കിയ റിപ്പോർട്ട് സമർപ്പിച്ചു. നടപടികൾ ഏകോപിപ്പിക്കാൻ 2 മുതിർന്ന ഉദ്യോഗസ്ഥരെ ഡൽഹിയിൽ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ബംഗളൂരു നഗരത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും 400 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുമായി 48 TMC സംഭരണശേഷിയുള്ള അണക്കെട്ടാണ് കർണാടക ലക്ഷ്യമിടുന്നത്. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമായാൽ തങ്ങൾക്ക് ലഭിക്കേണ്ട വെള്ളത്തിന്റെ അളവിൽ വലിയ കുറവുണ്ടാകുമെന്നതാണ് തമിഴ്നാടിന്റെ വാദം. പദ്ധതിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിയമ പോരാട്ടങ്ങളും തമിഴ്നാടിന്റെ എതിർപ്പും നിലനിൽക്കെ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന കർണാടകയുടെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഇരു സംസ്ഥാനങ്ങൾക്കുമിടയിൽ വലിയ രാഷ്ട്രീയ നിയമ തർക്കങ്ങൾക്ക് വഴിതുറക്കും. ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ ജലവൈദ്യുത പദ്ധതി പ്രദേശത്തുണ്ടായ ദുരന്തത്തിൽ മരണസംഖ്യ 8 ഉയർന്നു. വിഷ്ണുവേഗ പിപൽകോട്ടി പദ്ധതിക്കായി നിർമ്മിച്ചിരുന്ന തുരങ്കത്തിനുള്ളിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് വെള്ളവും ചെളിയും ഇരച്ചു കയറിയാണ് അപകടമുണ്ടായത്. സംഭവ സമയത്ത് 22 തൊഴിലാളികളാണ് തുരങ്കത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 12 പേർ രക്ഷപ്പെട്ടപ്പോൾ ഉള്ളിൽ കുടുങ്ങിപ്പോയ 2 പേർക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. തുരങ്കത്തിനുള്ളിൽ വെള്ളവും കൂറ്റൻ യന്ത്രങ്ങളും അടിഞ്ഞുകൂടി കിടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. വിമൽ എലക്കി പരസ്യത്തിൽ അഭിനയിച്ച ബോളിവുഡ് താരങ്ങളായ ഷാറൂഖ് ഖാൻ, അജയ് ദേവ്ഗൺ, ടൈഗർ ഷറഫ് എന്നിവർക്ക് മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. നിരോധിച്ച
വിമൽ പാൻ മസാലയുടെ പരോക്ഷമായ പരസ്യ പ്രചാരണമാണിതെന്ന സംശയത്തെ തുടർന്നാണ് നടപടി. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യമായതിനാൽ 10 ലക്ഷം രൂപ വരെ പിഴ ചുമത്താവുന്ന വകുപ്പുകൾ പ്രകാരമാണ് താരങ്ങൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. യുദ്ധത്തിനിടെ കാണാതായ ഇറാന്റെ 3 പൈലറ്റുമാരെ ഖത്തർ ജീവനോടെ പിടികൂടിയെന്ന് ഇറാൻ സൈന്യം ആരോപിക്കുന്നു. എന്നാൽ ഖത്തർ ഈ വാർത്ത നിഷേധിച്ചു. യുദ്ധം ആരംഭിച്ച ദിവസങ്ങളിൽ ഖത്തറിലെ സൈനിക ബേസ് ആക്രമിക്കാനുള്ള ദൌത്യത്തിനിടെയാണ് ഇവരെ പിടികൂടിയതെന്നാണ് ഇറാന്റെ വാദം. ഖത്തറിൽ തടവിലാക്കപ്പെട്ട 3 ഇറാനിയൻ പൈലറ്റുമാരുടെ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ഇറാനിയൻ സായുധ സേന ജനറൽ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസിനോട് അഭ്യർത്ഥിച്ചു. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാൻ ഉയർന്ന ഇന്ധനവില അംഗീകരിക്കണമെന്ന് US ജനതയോട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ വിലവർധന അനിവാര്യമാണെന്നും ട്രംപ് പറഞ്ഞു. ന്യൂയോർക്കിലെ ഗാർഡൻ സിറ്റിയിൽ നടന്ന റാലിയിലാണ് ട്രംപിന്റെ വാക്കുകൾ. ഉപഭോക്താക്കളെയും വിപണിയെയും ഇന്ധനവിലക്കയറ്റം ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 20% അധികമാണ് ഇപ്പോഴത്തെ വിലവർധന. സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യയ്ക്ക് ആശംസാ സന്ദേശവുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ. ഇന്ത്യയുമായുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള അവസരമാണ് ഇത് എന്ന് ഇറാൻ പ്രസിഡന്റ് ആശംസാ സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര വിശ്വാസവും ബഹുമാനവും നിലനിർത്തി ഉഭയകക്ഷി ബന്ധം വിപുലീകരിക്കാൻ ഇറാൻ സന്നദ്ധമാണെന്നും പെഷസ്കിയാൻ അറിയിച്ചു. ഇന്ത്യയുടെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കുന്നതിനൊപ്പം സമൃദ്ധിയും പുരോഗതിയും തുടരാൻ കഴിയട്ടെ എന്നും ഇറാൻ പ്രസിഡന്റ് ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. ടാറ്റ സൺസ് ചെയർമാൻ പദവിയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ച എൻ ചന്ദ്രശേഖരന്റെ പിൻഗാമിയെ കണ്ടെത്താനുള്ള നടപടികൾ വൈകാൻ സാധ്യത. പുതിയ ചെയർമാനെ തീരുമാനിക്കുന്നതിൽ പ്രധാനികളായ 2 ട്രസ്റ്റുകളിൽപ്പെട്ട സർ രത്തൻ ടാറ്റ ട്രസ്റ്റിന് യോഗം ചേരുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും വിലക്കുണ്ട്. ചട്ടം ലംഘിച്ച് പ്രവർത്തിച്ചെന്ന പരാതിയിൽ മഹാരാഷ്ട്ര ചാരിറ്റി കമ്മീഷണറാണ് വിലക്കേർപ്പെടുത്തിയത്. നിയന്ത്രണം നീക്കാൻ ടാറ്റ സൺസിന്റെ 66% ഓഹരി കൈവശമുള്ള ടാറ്റ ട്രസ്റ്റ് അധികൃതരെ ഉടൻ സമീപിച്ചേക്കും. അപേക്ഷ തള്ളിയാൽ ബോംബെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. നിയമക്കുരുക്കിലേക്ക് നീങ്ങിയാൽ പുതിയ ചെയർമാന്റെ നിയമനവും വൈകും. ചെയർമാനെ തെരഞ്ഞെടുക്കാനുള്ള 5-അംഗ വിദഗ്ധ സമിതിയുടെ രൂപീകരണമാണ് ആദ്യപടി. തുടർന്ന് 2 മാസത്തിനകം പ്രഖ്യാപനമുണ്ടായേക്കും. ഹോക്കി ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ മുൻ ചാമ്പ്യന്മാരായ പാകിസ്ഥാന് നാണക്കേട്. ഇംഗ്ലണ്ടിനോടേറ്റ ദയനീയ തോൽവിയെ ഇംഗ്ലണ്ടിനോടേറ്റ ദയനീയ തോൽവിയല്ല കാരണം, അതൊരു മറവിയാണ്. ടൂർണമെന്റിലെ ആദ്യ മത്സരം കളിക്കാനെത്തിയവർ പെനാൽറ്റി കോർണറിന്റെ സമയത്ത് ഉപയോഗിക്കാനുള്ള സുരക്ഷാ കവചം ഡ്രസ്സിംഗ് റൂമിൽ മറന്നുവെച്ചതാണ് ഗ്രൗണ്ടിലെത്തിയത്. മത്സരം തുടങ്ങി 17 മിനിറ്റ് പിന്നിട്ടപ്പോൾ ഇംഗ്ലണ്ടിന് ഒരു പെനാൽറ്റി കോർണർ അനുവദിക്കപ്പെട്ടു. അപ്പോൾ മാത്രമാണ് സുരക്ഷാ കവചം ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് എടുക്കാൻ മറന്ന കാര്യം ടീം അംഗങ്ങൾ ഓർത്തത്. ഉടനെ ഒരു കളിക്കാരൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടിച്ചെന്ന് അതെടുത്തുകൊണ്ടുവന്ന ശേഷമാണ് കളി പുനരാരംഭിച്ചത്. മത്സരം അനാവശ്യമായി 2 മിനിറ്റ് വൈകിപ്പിച്ചതിന് പാക് ക്യാപ്റ്റൻ അബൂബക്കർ മഹ്മൂദിന് റഫറി ഗ്രീൻ കാർഡ് നൽകുകയും ചെയ്തു. നാണക്കേടുണ്ടാക്കിയ ഈ സംഭവത്തിന് പാക് ടീമിനെ കണക്കറ്റ് ശകാരിച്ചും പരിഹസിച്ചും മുൻ നായകൻ സൽമാൻ അക്ബർ രംഗത്ത് വന്നു. സ്വർണ്ണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,220 രൂപ, പവന് 1,13,760 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,685 രൂപ, പവന് 93,480 രൂപ. വെള്ളി ഗ്രാമിന് 250 രൂപ, കിലോയ്ക്ക് 2,50,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.